2001 സെപ്റ്റംബർ 11 ലോകത്തെ നടുക്കിയ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിലെ ഭീകരാക്രമണം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ 1993 ഇതേ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കാൻ ഉദ്ദേശിച്ച് ഭീകരവാദികൾ ഒരു ബോംബാക്രമണം നടത്തിയിരുന്നു. അധികം പേർ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ആ സംഭവ കഥയാണ് ഇന്നത്തെ കേട്ടറിവ്. വർഷം 1992. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വ്യാജ സ്വീഡിഷ് പാസ്പോർട്ടോടെ വന്നിറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ പൗരന്മാരായ അഹമ്മദ് അജാജും അയാളുടെ പങ്കാളിയായ റാംസെ യൂസഫും. അവരുടെ ലക്ഷ്യം ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ബോംബ് വെച്ച് തകർക്കുക എന്നതാണ്. അജാജിൻ്റെ ബാഗിൽ 6 നീല ഫയലുകളും 2 വീഡിയോ ടേപ്പുകളുമാണ് ഉള്ളത്. ആ ഫയലുകളിൽ സ്ഫോടക വസ്തുക്കൾ മിക്സ് ചെയ്യാനുള്ള ഫോർമുലകളാണ്. വീഡിയോ ടേപ്പുകളിലാകട്ടെ ഒരു വലിയ ബോംബ് നിർമ്മിക്കാനുള്ള നിർദ്ദേശങ്ങളും. അഹമ്മദ് അജാജിൻ്റെ പാസ്പോർട്ട് പരിശോധിച്ച ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ അത് വ്യാജമാണെന്ന് തിരിച്ചറിയുകയും അപ്പോൾ തന്നെ അജാജിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ അയാളുടെ ബാഗുകളും പോലീസ് പിടിച്ചെടുത്തു. ഇത് കണ്ട യൂസഫ് തൻ്റെ കയ്യിലെ വ്യാജ പാസ്പോർട്ട് ഉപേക്ഷിച്ച് താൻ ഒരു രാഷ്ട്രീയ അഭയം തേടുന്ന ഇറാഖി പൗരനാണെന്ന് അവകാശപ്പെട്ടു. വിസയില്ലാതെ യാത്ര ചെയ്തതിന് യൂസഫ് അറസ്റ്റിലായെങ്കിലും രാഷ്ട്രീയ അഭയം നൽകുന്നതിനുള്ള പ്രൊസീജിയേഴ്സിനായി ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് അധികാരികൾ അയാളെ വിട്ടയച്ചു. അങ്ങനെ റാംസെ യൂസഫ് വിജയകരമായി USA പ്രവേശിച്ചു. യൂസഫ് ഉടനെ തന്നെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഒരു ഇടനിലക്കാരൻ വഴി ജയിലിൽ കഴിയുന്ന അജാജുമായി യൂസഫ് വിവരങ്ങൾ കൈമാറി. ഫയലിലെയും വീഡിയോ ടേപ്പിലെയും കണ്ടന്റ് എന്തെന്നറിയാതെ കോടതി അജാജിൻ്റെ ബാഗ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ഓർഡർ ഇട്ടു. അങ്ങനെ യൂസഫ് ബോംബ് ഉണ്ടാക്കാനുള്ള ആ മാനുവലുകൾ കൈക്കലാക്കി. ആളുകളെ തൻ്റെ വരുതിയിലാക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്ന യൂസഫ് തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുന്നതിന് പേരുകേട്ട ജേഴ്സിയിൽ ഒരു പള്ളിയിൽ നിന്നും തൻ്റെ പദ്ധതിക്ക് വേണ്ടിയുള്ള അനുയായികളെ തിരഞ്ഞെടുത്തു. ഇതിൽ പ്രധാനി പലസ്തീനിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരനായ മുഹമ്മദ് സലാമയായിരുന്നു. അങ്ങനെ സലാമയും ഒരു കെമിസ്റ്റും ഉൾപ്പെടെ 3 പുതിയ അംഗങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യൂസഫിൻ്റെ ഓപ്പറേഷനിൽ ചേർന്നു. യൂസഫ് അമേരിക്കയിൽ എത്തിയതിന് ഏകദേശം 2 മാസങ്ങൾക്കകം അയാളും സംഘവും ഒരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്ത് ബോംബ് നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1993 ഫെബ്രുവരി 26 അവർ തങ്ങളുടെ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. തങ്ങൾ ഉണ്ടാക്കിയ സ്ഫോടക വസ്തുക്കൾ നിരവധി വീപ്പകളിലാക്കി അവർ വാടകയ്ക്കെടുത്ത ഒരു മഞ്ഞ കാർഗോ വാനിൻ്റെ പിന്നിൽ ലോഡ് ചെയ്തു. യൂസഫും അയാളുടെ ഒരു കൂട്ടാളിയും ഈ വാനുമായി നേരെ വേൾഡ് ട്രേഡ് സെന്ററിനെ ലക്ഷ്യമാക്കി നീങ്ങി. 19 റെസ്റ്റോറൻറ്റുകൾ, 80 കടകൾ, 29 രാജ്യങ്ങളിൽ നിന്നുള്ള 430 കമ്പനികളുടെ എണ്ണമറ്റ ഓഫീസുകൾ. എല്ലാ ദിവസവും ഏകദേശം 50,000 ആളുകൾ വന്നുപോയിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ശരിക്കും ന്യൂയോർക്ക് നഗരത്തിനുള്ളിലെ മറ്റൊരു നഗരം പോലെയായിരുന്നു. അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നായിരുന്ന ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കുക എന്നതായിരുന്നു ഈ ഭീകരരുടെ ഉദ്ദേശം. യൂസഫും അയാളുടെ ഒരു കൂട്ടാളിയും കൂടി സ്ഫോടക വസ്തുക്കൾ നിറച്ച അവരുടെ കാർഗോ വാൻ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഗാരേജിലേക്ക് ഓടിച്ചു കയറ്റി. B2 ലെവലിലെ ഒരു നോ പാർക്കിംഗ് സോണിൽ അവർ ആ വാൻ പാർക്ക് ചെയ്തു. ബോംബിൻ്റെ ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം യൂസഫ് ഏതാനും മീറ്റർ അകലെ മറ്റൊരു കാറുമായി കാത്തുനിന്ന കൂട്ടാളിയുമൊത്ത് പുറത്തേക്ക് പാഞ്ഞു. വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ഓഫീസുകളിൽ ഒന്നിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനായ ടിം ലാങ് തൻ്റെ കാറിൽ ഈ പാർക്കിങ്ങിലെത്തിയത് ഇതേ സമയത്തായിരുന്നു. അയാൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ സ്ഫോടന ശബ്ദം മുഴങ്ങി. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അയാൾ ബോധരഹിതനായി താഴെ വീണു. ബോധം വന്നപ്പോൾ ആകെ പരിക്ക് പറ്റിയ അവശനായ ടിം ലാങ് തനിക്ക് ചുറ്റും ചിതറിക്കിടന്ന അവശിഷ്ടങ്ങൾക്കിടയിലൂടെ തൻ്റെ കാറിനടുത്തേക്ക് ഇഴഞ്ഞു. എന്നാൽ അയാളുടെ കാർ ആകെ തകർന്നിരുന്നു. അവിടമാകെ ഒരു യുദ്ധക്കളം പോലെ കാണപ്പെട്ടു. ടിം തൻ്റെ സ്വെറ്റർ മൂക്കിന് മുകളിലൂടെ വലിച്ചിട്ട് പുറത്തേക്കുള്ള വഴി കണ്ടെത്താൻ ശ്രമിച്ചു. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ തല കറങ്ങുന്നുണ്ടായിരുന്നതിനാൽ അയാൾ നിലത്തോട് ചേർന്ന് ഇഴഞ്ഞാണ് നീങ്ങിയത്. എന്നാൽ കട്ടിയുള്ള കറുത്ത പുക അയാളെ ശ്വാസം മുട്ടിച്ചു. അവസാന ശ്വാസത്തിൽ അയാൾ സഹായത്തിനായി നിലവിളിച്ചു. പെട്ടെന്ന് ഒരു ബൂട്ട് ടിമ്മിൻ്റെ മുഖത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അതിൽ പിടിച്ചു. 2 രക്ഷാപ്രവർത്തകർ അയാളെ ഉയർത്തി അവശിഷ്ടങ്ങൾക്കിടയിലൂടെ വലിച്ചിഴച്ച് പുറത്തെത്തിച്ചു. അവർ കണ്ടത് ആകാശം മുട്ടെ ഉയർന്നു പോവുകയും പോലീസുകാരെയും ഫയർഫോഴ്സ് സേനാംഗങ്ങളെയും ദേഹമാസകലം കരിപുരണ്ട് ഒട്ടനവധി പേരെയുമായിരുന്നു. പുക അടങ്ങിയപ്പോഴാണ് യൂസഫും കൂട്ടാളികളും വച്ച ബോംബിൻ്റെ നാശം ശരിക്കും വ്യക്തമായത്. ഈ സ്ഫോടനം നോർത്ത് ടവറിന് താഴെ 60 മീറ്റർ ആഴത്തിലും 30 മീറ്റർ വീതിയിലുമുള്ള ഒരു ഭീമാകാരമായ ഗർത്തം സൃഷ്ടിച്ചു. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ നിന്ന് ആളുകളെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒഴിപ്പിച്ചു. ഗർഭിണിയായ ഒരു സ്ത്രീ ഉൾപ്പെടെ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു.
എന്നാൽ ആത്യന്തികമായി ഭീകരരുടെ പദ്ധതി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബോംബ് ഉപയോഗിച്ച് നോർത്ത് ടവറിനെ തകർത്ത് സൗത്ത് ടവറിലേക്ക് വീഴ്ത്താനായിരുന്നു യൂസഫിൻ്റെ പദ്ധതി. എന്നാൽ അത് സംഭവിച്ചില്ല. എന്നിരുന്നാലും വാൻ നോർത്ത് ടവറിൻ്റെ കോൺക്രീറ്റ് അടിത്തറയോട് കൂടുതൽ അടുക്ക് പാർക്ക് ചെയ്തിരുന്നെങ്കിലോ അവർ ഉണ്ടാക്കിയ ബോംബ് കുറച്ചുകൂടി വലുതായിരുന്നെങ്കിലോ ഭീകരർ ഒരുപക്ഷെ വിജയിച്ചേനെ. ബോംബാക്രമണം നടന്ന അതേ ദിവസം തന്നെ യൂസഫ് തൻ്റെ കൂട്ടാളികളെ ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. തകർന്ന നിലയിൽ ലഭിച്ച ഒരു വലിയ മെറ്റൽ പീസ് ബോംബ് സ്ഥാപിക്കാൻ യൂസഫ് ഉപയോഗിച്ച കാർഗോ വാനിൻ്റെ ഷാസിയുടെ ഭാഗമാണെന്ന് ഒരു ബോംബ് ടെക്നീഷ്യൻ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ ഭാഗത്ത് വാഹനത്തിൻ്റെ ഷാസി നമ്പർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വാൻ യഥാർത്ഥത്തിൽ ഒരു വാഹന വാടക ഏജൻസിയുടേതാണെന്നും മുഹമ്മദ് സലാമയാണ് ഈ കാർഗോ വാൻ വാടകയ്ക്ക് എടുത്തതെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു. FBI അയാളെ ഉടനെ അറസ്റ്റ് ചെയ്തു. ബോംബ് ആക്രമണത്തിന് പിറ്റേന്ന് ഫെബ്രുവരി 27 ന്യൂയോർക്ക് ടൈംസിന് ഒരു കത്ത് ലഭിച്ചു. ലിബറേഷൻ ആർമിയുടെ 5ാം ബറ്റാലിയൻ എന്ന് സ്വന്തം വിശേഷിപ്പിച്ച ഒരു സംഘത്തിൽ നിന്നായിരുന്നു ആ കത്ത്. ഈ കത്തിൽ അവർ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കത്തിൽ ഭീകരർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനം ഇസ്രായേലിനുള്ള എല്ലാ സഹായവും മിഡിൽ ഈസ്റ്റിലെ ഇടപെടലുകളും അമേരിക്ക ഉടൻ നിർത്തണമെന്നതായിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അമേരിക്കയിലുള്ള തങ്ങളുടെ പ്രവർത്തനക്ഷമമായ എല്ലാ ഗ്രൂപ്പുകളും സൈനിക സിവിലിയൻ ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബാക്രമണം തുടരുമെന്ന് ഭീകരർ ആ കത്തിലൂടെ അന്ത്യശാസനം നൽകി. സലാമയുടെ അറസ്റ്റിനു ശേഷം FBI അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ തിരച്ചിൽ നടത്തുകയും മറ്റ് ഗൂഢാലോചനക്കാരുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. പാസ്പോർട്ട് തട്ടിപ്പ് കേസിൽ ശിക്ഷ പുറത്താക്കിയ അഹമ്മദ് അജാജ് ജയിലിൽ നിന്ന് മോചിതനായ തൊട്ടടുത്ത ദിവസം തന്നെ അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അതിനടുത്ത ദിവസം സ്ഫോടക വസ്തുക്കൾ മിക്സ് ചെയ്ത കെമിസ്റ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്വാറ്റ് ടീം റെയ്ഡ് നടത്തി. മൂന്നാമതൊരു ഭീകരൻ തൻ്റെ ജന്മനാടായ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും പ്രാദേശിക ഏജന്റുമാർ അയാളെ പിടികൂടി അമേരിക്കയിലേക്ക് തിരികെ എത്തിച്ചു. കോടതി ഈ 4 ഗൂഢാലോചനക്കാർക്കും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇവരെ 240 വർഷം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരനായ റാംസെ യൂസഫിനെ പിടിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ യൂസഫ് മറ്റൊരു പേരിൽ ഫിലിപ്പീൻസിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അയാൾ ബൊജിങ്ക പ്ലോട്ട് എന്ന് പിൻകാലത്ത് അറിയപ്പെട്ട ഭീകരാക്രമണ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. അമേരിക്കയിലേക്ക് പോകുന്ന 12 വിമാനങ്ങളിൽ ബോംബുകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു യൂസഫിൻ്റെ പ്ലാൻ. കുപ്രസിദ്ധനായ ഒസാമ ബിൻ ലാദൻ്റെ സഖ്യകക്ഷികളെന്ന് കരുതപ്പെടുന്നവർ ഈ പദ്ധതിക്ക് ധനസഹായം നൽകി എന്നാണ് കരുതപ്പെടുന്നത്. യൂസഫിൻ്റെ പദ്ധതിക്ക് പ്രധാനമായും 2 ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. അയാളുടെ അനുയായികൾ അമേരിക്കയിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കുന്ന വിമാനങ്ങളിൽ കയറി അവരുടെ സീറ്റുകൾക്ക് താഴെ ബോംബുകൾ സ്ഥാപിക്കുകയും ഈ വിമാനങ്ങൾ ഇടയ്ക്ക് നിർത്തുന്ന സമയത്ത് ഇറങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ സ്ഥാപിച്ച ബോംബുകൾ ഒരു ടൈമറിൻ്റെ സഹായത്തോടെ യാത്രയുടെ 2ാമത്തെ ഘട്ടത്തിൽ പൊട്ടിക്കും. ബോംബുകൾ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പരീക്ഷണമെന്നോണം യൂസഫ് ചില ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. മനിലയിലെ ഒരു സിനിമാ തിയേറ്ററിൽ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. മറ്റൊരു വിമാനത്തിലെ യാത്രാ സീറ്റിനടിയിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടി ജപ്പാനിലേക്കുള്ള യാത്രാമധ്യേ ഒരു ജാപ്പനീസ് പൗരൻ കൊല്ലപ്പെട്ടു. കൊലപാതകങ്ങൾ ഒരു ഹരമായി മാറിയ യൂസഫ് മനീലയിലെ സന്ദർശനം നടത്താനിരുന്ന ജോൺ പോൾ II വധിക്കാനും പദ്ധതിയിട്ടിരുന്നു. 1995 ജനുവരിയിൽ ബൊജിങ്ക ഭീകരാക്രമണ പദ്ധതി നടപ്പിലാക്കുന്ന നിശ്ചയിച്ചിരുന്നതിന് വെറും 2 ആഴ്ച മുമ്പ് ബോംബുകളിലൊന്ന് നിർമ്മിക്കുന്നതിനിടയിൽ ചെറിയ പൊട്ടിത്തെറിയും തീപിടുത്തവും സംഭവിച്ചു. ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തീയും പുകയും വരുന്നത് കണ്ട് ആശങ്കാകുലരായ അയൽക്കാർ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു വരുത്തി. തുടർന്ന് പോലീസ് അപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുകയും വിമാന ബോംബാക്രമണ പദ്ധതിയുടെയും പോപ്പിനെ വധിക്കാനുള്ള പദ്ധതിയുടെയും ഞെട്ടിക്കുന്ന തെളിവുകളും ബ്ലൂ പ്രിൻറ്റുകളും കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ യൂസഫിൻ്റെ ബൊജിങ്ക ആക്രമണ പദ്ധതിയും പരാജയപ്പെട്ടു. എന്നിരുന്നാലും ഇത്തവണയും യൂസഫ് അതിവിദഗ്ധമായി പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. ഏകദേശം 1 മാസത്തിനു ശേഷം യൂസഫ് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥി അയാളെ ഇസ്ലാമാബാദിലെ അധികാരികൾക്ക് ഒറ്റിക്കൊടുത്തു. അങ്ങനെ ഒടുവിൽ റമി യൂസഫ് പിടിക്കപ്പെട്ടു. ഫെഡറൽ ഏജന്റുമാർ അയാൾ അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുപോയി. 1998 ജനുവരിയിൽ അയാൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള മറ്റു ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ കേട്ടറിവ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.